തേഞ്ഞൊട്ടി ഗൈസ് പറയാതിരിക്കാൻ ഇവിടെ നല്ല മാൻ ഹോള് കെട്ടുന്നത് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിനോട് ഞാൻ പറയാം. ഇത് നമ്മൾ ഒട്ടിച്ചിട്ടാണ് ഇത് ഒട്ടിക്കുന്നതെങ്കിൽ നമ്മൾ പിന്നെ ഇത്തിരി ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഇന്നലെ സെറ്റിംഗ് ആയിരുന്നു. ഇന്ന് നമുക്ക് പൈപ്പിടിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ടാസ്ക് അതാണ്. ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. അത് ഈ കിടക്കുന്ന പൈപ്പ് നമുക്കുണ്ടായിരുന്നു. ശരിക്കും ഒരു 20 മീറ്ററോളം നമുക്ക് പൈപ്പ് ഇടേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇരുന്ന സ്ഥലം കണ്ടില്ല. അതുകൊണ്ട് ഈ ഒരു ഏരിയ നമ്മളെ പയ്യൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വിയർത്ത് കുളിച്ച് ഒരു 20 മീറ്ററോളം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെയ്യാറുണ്ട്. ഇതിൽ ഒരു മാൻ ഹോൾ നമ്മൾ കെട്ടിയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് മാൻ ഹോൾ നമ്മൾ ആ കിണറ്റിൻ്റെ അവിടെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു 10 മീറ്റർ വിട്ടതിന് ശേഷം. കാര്യം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ്. നല്ല വെയിൽ കേട്ടോ. പയ്യൻ വിയർത്തൊഴുകുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് നമ്മളത് ചെയ്തേ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ്. അപ്പം പിന്നെ കാണാം. ഈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഡോർട്ട് ഇട്ടിട്ട് അടിയിലൊരു ഷോർട്ട് ബെൻഡ് കൊടുത്തതിന് ശേഷം ഇവിടെ 4-2 റെഡ്യൂസർ വെച്ച് ഇവിടെ നിന്ന് 2 40 ഇട്ട് തിരിച്ചങ്ങ് വിടും. പിന്നെ ബെൻഡ് ഇട്ടിട്ട് നേരെ അങ്ങോട്ടുമായിട്ട് ഒരു മൺഹോൾ കെട്ടിയതിന് ശേഷം അങ്ങ് കളയും. ഏറ്റവും സുഖം മൺഹോൾ കെട്ടുന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോൾ ബ്ലോക്ക് വന്നാലും നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അതേസമയം നമ്മൾ അതിൻ്റെ നടുക്കിട്ടിട്ട് കുത്തുന്നൊരു പരിപാടിയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ചെയ്യാം എങ്കിൽ ചെയ്തുകൂടാ. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വന്നാൽ തിരിച്ച് കുത്താൻ പറ്റില്ല, ഒരു സൈഡിലായിട്ടേ കുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓക്കെ. ഇതിൽ പിന്നെ ഒരു പണി വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ വല്ല കല്ലും ഉണ്ട്. കല്ല് വല്ലതും തള്ളി വെളിയിലോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും കേട്ടോ. ഈ ഒരു നിരപ്പ് കണ്ടിട്ട് ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ പറയാൻ പറ്റില്ല, നല്ല സമയമാണെങ്കിൽ കിട്ടും. അപ്പൊ ഒരു ഇതായിട്ടുണ്ട്. തേഞ്ഞൊട്ടി ഗൈസ് പറയാതിരിക്കാൻ ഇവിടെ നല്ലൊരു വലിയ പാവയാണെന്ന് തോന്നണം. എങ്കിൽ നമുക്ക് പണിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കല്ല് ഇളകാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂല. പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്തേ പറ്റൂല. ഇത് നമ്മളെ ജോലിയുടെ ഭാഗമാണ് എന്ന് മാത്രം കരുതാറുള്ളൂ. പിന്നെ റിസ്ക് എടുത്താൽ അതിനുള്ള ഒരു ഫലം എന്തെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് എടുത്തേറ്റുള്ളൂ. ഇതൊരു വലിയ കല്ലാണ്. ഇത് വലിയ കല്ല് തന്നെയാണ് ഗൈസ്. അത്യാവശ്യം വലിയ പാവയാണ് കേട്ടോ. ഒറ്റ കല്ലാണ് കേട്ടോ. ഇത് ഒറ്റ കല്ലാണ്. 2 കല്ലാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഉള്ളതാ. ഒറ്റ കല്ലാണ്ട് ഇങ്ങനെ അടിച്ച് പൊട്ടിക്കേണ്ടി വരും എന്ന് തോന്നുന്നു. നമുക്ക് പണി കിട്ടുമെന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് പണികൾ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കല്ല് ഇളകാതെ നമുക്ക് ബെൻഡ് വെച്ചിട്ട് വിടാൻ പറ്റില്ല. അപ്പോൾ വെച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ പൊങ്ങി നിൽക്കും. അങ്ങനെ നിന്നാൽ പിന്നീട് വല്ലതും വീട് പൊട്ടാൻ ചാൻസ് ഉണ്ട്.
ഈ ഒരു കല്ല് ഇളക്കാൻ പറ്റിയ പിന്നെ ഭയങ്കര എളുപ്പമായിരിക്കും നമുക്ക് പണി. കാര്യം ഒരു ബെൻഡ് ഇടുന്നു, നേരെ കളയുന്നു. അപ്പോൾ നിങ്ങൾ ഇതെന്തിനാണ് ഇളകുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കല്ലിലായിരിക്കും ഇത് ലോക്കായിരിക്കുന്നത്. അതാണ് ഈ കല്ലുള്ള പ്രത്യേകത. കല്ല് ഇട്ട് ശരിക്കും പറഞ്ഞാൽ ലോക്ക് കിട്ടാണ് എപ്പോഴും. നമ്മളെ താബൂക്ക് കണക്കല്ല. ഇതൊന്ന് കുഴിക്കുക. അപ്പം അതിൻ്റെ അടിയിൽ കല്ല് വീണ് കിടന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ അടിയിലും കല്ലാണ്. അത്യാവശ്യം വലിയ കല്ലാണ്, അകത്തോട്ട് കയറി. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന പണികൾ, ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. വിചാരിക്കും കിട്ടില്ല. അതെങ്ങനെയാന്ന് വെച്ചാൽ വൈകിട്ട് തീരാറായി പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒന്നായിട്ട് പോയി ഒതുക്കാൻ വെച്ച് അങ്ങാട്ട് ചെല്ലുമ്പോൾ അടുത്ത പണി കിട്ടും. അതേപോലെയാണ് ഇതൊക്കെ ഇങ്ങനത്തെ പണികൾ. പക്ഷെ നമ്മളിത് ഇളക്കും, അതാണ് നമ്മൾ കഴിവ്. കഴിവെന്ന് തോന്നാതെ അതാണ്. അത് ഇത് ടൈം എടുക്കും. പഴയ കല്ലൊക്കെ അല്ലേ. യെസ് ഗൈസ്, നമ്മൾ അടിസ്ഥാനം പൊളിച്ചിരിക്കുന്നു. അത്യാവശ്യം വലിയ കല്ല് തന്നെയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ അടിയിൽ നമ്മൾ ഇത്തിരി കല്ല് കയറ്റി നിറച്ച് ഫില്ലപ്പ് ചെയ്തോണം. കാര്യം അടിസ്ഥാനമായതുകൊണ്ട് പിന്നെ ഇതിൻ്റെ പിടുത്തം അല്ലെങ്കിൽ കുറയും. പിന്നെ ഒരു പെൻറ്റ് വെച്ച് നേരെ കളയുക. അപ്പം ഒരു പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് തോണ്ടുന്ന പരിപാടിയാണ്. ഓക്കെ, പക്ഷെ തേക്കുന്ന മുമ്പേ ഒന്നാളൊരു ചേട്ടൻ എന്നോട് പറഞ്ഞു ഏതൊരു മെത്തേഡുണ്ട്, അത് നമുക്കൊന്ന് ചെയ്തു കൊടുക്കാം. വേറൊന്നുമില്ല, തീ ഒട്ടിക്കുന്ന മുമ്പ് തന്നെ നമുക്ക് ഈ പൈപ്പിലങ്ങ് തേക്കുക. ഇത് വേറെ എളുപ്പ വഴിയാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ഷോർട്ട് ബെൻഡ് ഒട്ടിക്കുമ്പോൾ നമുക്ക് അടിയിൽ അല്ലെങ്കിൽ ഇത്തി കുഴിക്കേണ്ടി വരും. കാര്യം അകത്ത് ലെവലൊക്കെ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. നിലവിൽ അതിന് പകരൊരു എളുപ്പം മെത്തേഡ്. അത് ഈ പീസങ്ങ് ഒട്ടിക്കുക, അടിയിലത്തെ പീസങ്ങ് ഒട്ടിക്കുക. എന്നിട്ട് ഈ ഷോർട്ട് ബെൻഡ് ഒട്ടിക്കുക. ആദ്യം ഷോർട്ട് ബെൻഡ് ഒട്ടിച്ചിട്ട് ഈ ടീ ഒട്ടിക്കുക. കാര്യം ഞാൻ അതിലുള്ള ഒരു എളുപ്പ വഴി എനിക്ക് തോന്നിയ, പുള്ളി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ ഒട്ടിച്ചിട്ടാണ് ഇത് ഒട്ടിക്കുന്നതെങ്കിൽ നമ്മൾ പിന്നെ ഇത്തിരി അടിയിലെ മണ്ണ് കുറച്ച് മാറ്റേണ്ടി വരും. കാര്യം ഇത് കയറ്റി മേലോട്ട് ഒട്ടിക്കുക ഒരു പാടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും എളുപ്പം ഇത് ഒട്ടിച്ചിട്ട് ഇതിലോട്ട് ഒട്ടിക്കുന്നതിനും ബെറ്റർ. കാര്യം ഒരേ കമൻറ്റുകൾ വരുമ്പോഴായിരിക്കും നമ്മൾ ഒരേ അറിവ് നേടുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. അത് ശരിയാണെന്ന് തോന്നി, ആ പുള്ളി പറഞ്ഞ് ശരിയാണെന്ന് തോന്നി. അപ്പം നമ്മൾ എപ്പോഴും ആ ഒരു അഭിപ്രായം മാനിക്കണമെന്നാണ്. ഓക്കെ ഗൈസ്, കാര്യം നമ്മൾ എല്ലാവരും പണി പഠിക്കുന്ന ആൾക്കാർ. കാര്യം ഒരിക്കലും ഒരു പണിയും പഠിച്ചു തീർക്കാൻ പറ്റില്ല. കാര്യം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് പുതിയ ടെക്നോളജി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഓരോ ഐഡിയാസ് ഉണ്ടാക്കിയെടുക്കും, അത്രേ ഉള്ളൂ. അതായിരിക്കണം നമ്മളെ കഴിവ്. കാര്യം നമ്മൾ ഐഡിയാസ് ഉണ്ടാക്കി എടുത്താൽ ഈ ഒരു ഫീൽഡ് എന്നല്ല, മിക്ക ഫീൽഡിലും അങ്ങനെ തന്നെ.
പരിപാടികൾ. ആ പുള്ളി പറഞ്ഞ ഒരു നല്ല കാര്യമാണ്. കാര്യം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു അടിഭാഗം നമ്മൾ ഇത്തിരി കൂടെ കുഴിക്കേണ്ടി വരും. പോലെങ്കിൽ തന്നെ ഇവിടെ ഒരു പാറ ഇരിക്കുന്നുണ്ട്, കുഴിക്കാനും പാടായിരിക്കും. അപ്പം നമുക്കിത് എളുപ്പമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. പിന്നെ ഇത് നമ്മൾ ഒരുപാട് താത്തി ഒടിച്ചിട്ടില്ല. കാര്യം ഇത് നമുക്ക് ഒരുപാട് ലോങ് പോകുന്നതുകൊണ്ട് നമുക്ക് സ്ലോപ്പ് പിടിച്ച് പോകുമ്പോൾ ഒരുപാട് അങ്ങ് താഴ്ന്നു പോകും, കുഴിയുടെ അടിയിലെത്തും. അതിനല്ല ഒരു പൊടിക്ക് സ്ലോപ്പിന് വേണ്ടി മണ്ണിൻ്റെ അടിയിൽ നിൽക്കുന്ന രീതിയിൽ ചെയ്തു പോകണം. കാര്യം ഇവിടെ കോൺക്രീറ്റും വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇനി അടുത്ത ഫിറ്റിങ് ചെയ്യുന്നത്. സ്ലോപ്പ് വർക്ക് ചെയ്യുന്നത്, സ്ലോപ്പ് ഈ ന്യൂസ് പേപ്പറാണ് അതിൻ്റെ അകത്തേക്ക് പണി. മാൻ ഹോൾ കെട്ടുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന, അതായത് നമ്മൾ ഔട്ട് ഇറങ്ങി വരുന്നതിൻ്റെക്കാട്ടി താഴെ ഇരിക്കുന്ന അടുത്ത ലൈൻ പോകാനുള്ള കാര്യം. അത് ഇത് ഒരേപോലെ വെച്ചാൽ ചിലപ്പോൾ ഓടിപ്പോണമെന്നില്ല. അതിന്ന് ഒരു പൊടിക്ക് താത്തി ആയിരിക്കണം മറ്റേ ഇനി ഔട്ട് ഇറങ്ങി പോകാനുള്ള. അപ്പം നമ്മൾ അകത്തോട്ട് പേപ്പർ വെച്ചിട്ടുണ്ട്. കാര്യം മാൻഹോൾ കെട്ടുമ്പോൾ പൈപ്പിൻ്റെ അകത്തോട്ട് കോൺക്രീറ്റ് ഇറങ്ങാതിരിക്കുക. ഈ കാര്യങ്ങൾ അറിയാവുന്നവർക്ക് സിമ്പിളായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, പിന്നെ നമ്മൾ മാൻഹോളിന് വേണ്ടി ഒരു തിട്ട കെട്ടണം. കാര്യം ഇതിൻ്റെ അകത്തായിരിക്കും നമ്മൾ കോൺക്രീറ്റ് ഇറങ്ങുന്നത്. പിന്നെ ബക്കറ്റ് എടുത്ത് മാറ്റും. മാൻഹോളിന് വേണ്ടി നമ്മളെല്ലാം ഒരു സെറ്റ് ചെയ്ത്. അപ്പോൾ നമ്മളെ മാൻഹോളിൻ്റെ ഫിനിഷിങ് ലുക്ക് ഞാൻ കാണിച്ചു തരാം. ശരിക്കും നമ്മൾ ഇത്തിരി, അതായത് നെറ്റിൽ കുറച്ചിട്ട് നമ്മൾ പൊടി കുറച്ചും കൂടെ കയറ്റി കൊടുത്താൽ ഇവിടുത്തെ ഈ ഒരു ഫിനിഷിങ് ലുക്ക് കിടിലമായിട്ട് കിട്ടും. കാര്യം ആ ഒരു ഫിനിഷിങ് കിട്ടണമെങ്കിൽ ഒരിക്കലും ഒരുപാട് മെറ്റിൽ കയറ്റല് നമ്മൾ പാകപ്പൊടി കയറ്റി കൊടുക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. പാകപ്പൊടിയോ ഇംസാൻഡോ അങ്ങനെ. ഓക്കെ, ഹേ ഗൈസ്, അപ്പം നമ്മളെ പരിപാടി ഒരുവിധം ടാസ്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത് സ്ലോപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതി നമ്മൾ ചെയ്യുന്ന, വേറെ ഒന്നുമല്ല. ഇത് സ്ലോപ്പ് പക്ക അല്ലെങ്കിൽ പണി കിട്ടും. കാര്യം ഇത്രയും ലോങ് വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. സ്ലോപ്പ് കണ്ടത് കണ്ട, ആ നൂല് വരയിൽ മാത്രമേ ടച്ചായി നിൽക്കാറുള്ളൂ, ഇല്ലെങ്കിൽ പണി കിട്ടും. മിക്ക സ്ഥലത്തും വരും. സ്ലോപ്പൊന്നും നോക്കില്ല. എനിക്ക് വേണമെങ്കിൽ ഇത് സ്ലോപ്പ് ഇല്ലാതാണെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഭയങ്കര എളുപ്പമെന്ന് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്താൽ ഇത് ഭാവിയിൽ ദോഷം ചെയ്യും. പിന്നെ നമുക്ക് പല കാര്യങ്ങൾ പറയുമ്പോൾ കണ്ട ഈ ഒരു കണ്ട, ഈ അപ്പുറം ഇപ്പുറം ഇട്ടേക്കണം. കണ്ട ഈ ഒരു സ്ലോപ്പും കൂടെ ശ്രദ്ധിച്ചോണേ. കണ്ട ഇതേപോലെ ഈ കുഴിയുടെ അറ്റത്ത് വരെ സ്ലോപ്പ് കിട്ടിയാലേ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ പണി കിട്ടും ഭാവിയിൽ. ഇപ്പോഴൊന്നുമല്ല, ഭാവിയിലേ പണി കിട്ടുള്ളൂ. അതും കൂടെ പറഞ്ഞേക്കാം. അപ്പം ഇന്നത്തെ പരിപാടി പൈപ്പിടിയിലായിരുന്നപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് എയർ ഒന്ന് അടിച്ച് പൊക്കാറുണ്ട്, അതായത് ഈ കുഴിയുടെ എയർ അത് അവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം ഒരു വിധം വൈൻഡപ്പ് ആക്കിയിട്ടുണ്ട്. സമയമൊന്നും ആയില്ലേ, ഏതാണ് ഹൈലൈറ്റ് അല്ലേ? 3-4 മണി ആയതേ ഉള്ളൂ. അപ്പോൾ ഒരു 20 മീറ്ററിൻ്റെ പരിപാടിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇതിൽ ഏറ്റവും വലിയ ടാസ്ക് ഈ ഒരു മൂലഭാഗമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാര്യം ഇത് തോണ്ട ഈ ഒരു വേരും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെ. അപ്പോൾ പിന്നെ കാണാം. ഇന്നത്തെ പരിപാടി ഇതൊക്കെ ആയിരുന്നു. പിന്നെ ഈ ബാത്റൂമിൻ്റെ ആണ് പിന്നെ പരിപാടി ഇതൊക്കെ തന്നെ. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട വാഷ് ബേസിനുള്ളൂ, ഒതുങ്ങിയ വാഷ് ബേസിന്. ഈ സാധനം ചെറിയ വാഷ് ബേസിന് അതൊന്നും കൊള്ളാം. അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളും തോന്നും. പിന്നെ പോപ്പൊക്കെയാണ് വെച്ചത്. പിന്നെ ജാഗ് വന്ന് ജോൺസണാണ് ക്ലോസറ്റ് കേട്ടോ.
ഇന്നത്തെ പരിപാടി നമ്മൾ വൈകിട്ട് പാടുന്ന കൂടെ വെച്ചാൽ അപ്പോൾ വലിയ ഓക്കെ.